എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ കൂട്ടുകാരെ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ വീഡിയോയിൽ ഗർ എന്ന ഒരു പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. എസ്ര എന്ന ചിത്രത്തിന് ശേഷം, അതായത് പേടിപ്പിക്കുന്ന ഒരു ചിത്രമായിരുന്നു എസ്ര. അതിൻ്റെ സംവിധായകൻ ജയ്ക്ക് ആളുടെ ചിത്രമാണ് ഗർ എന്ന ചിത്രം. ഈ സിനിമയിൽ കുഞ്ചാക്കോ ബോബനും സുരാജ് വെഞ്ഞാറുമാണ്. ഇവർ രണ്ടുപേരുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അഭിനയിക്കുന്നത്. കുഞ്ചാക്കോ ബോബന് ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ സംഭവിക്കുന്നു, അത് സോൾവ് ആവുന്നില്ല. അപ്പോൾ അടുത്ത് കണ്ട ബാറിൽ കൂട്ടുകാരനെ ഒത്തിട്ട് അടുത്ത ബാറിൽ പോയിട്ട് ഫിറ്റാവുന്നു. പിന്നെ അവിടെ നിന്ന് അവർ പുറത്തിറങ്ങിയിട്ട് നേരെ തൊട്ടടുത്തുള്ള സൂവിലേക്കാണ് അവർ പോകുന്നത്. അങ്ങനെ കുഞ്ചാക്കോ ബോബൻ സിംഹക്കൂട്ടിൽ അകപ്പെടുന്നു. ഇത് ഒരു കോമഡിയുടെ രൂപത്തിൽ അവതരിപ്പിക്കുന്നതാണ് സിനിമയുടെ ഇതിവൃത്തം. അതായത് മൃഗങ്ങളുമായിട്ടുള്ള സിനിമകൾ നമ്മൾ കണ്ടിട്ട് പുലിമുരുകൻ, അതിലെല്ലാം റിവെഞ്ചാണ്, നമ്മൾ ആകാംക്ഷയുടെ മുൾമുന. ഇതിലങ്ങനെ ഒരു ആകാംക്ഷയുടെ മുൾമുനയിലില്ല, അത് ഒരു കോമഡിയുടെ രൂപത്തിൽ അവതരിപ്പിക്കുന്ന സിനിമയാണ് ഗർ എന്ന സിനിമ. അകത്ത് കയറിയ കുഞ്ചാക്കോ ബോബൻ സിംഹത്തെ, നല്ല ഫിറ്റായ കുഞ്ചാക്കോ ബോബൻ സിംഹത്തെ വെല്ലുവിളിക്കുന്നു. അപ്പോൾ മൃഗശാല ജീവനക്കാരനായി വരുന്ന സുരാജ് വെഞ്ഞാറമൂട് ആണ് കുഞ്ചാക്കോ ബോബനെ രക്ഷിക്കാനായിട്ട് നോക്കുന്നത്. അതിനുശേഷം പിന്നെ പോലീസുകാർ വരുന്നുണ്ട്, ആംബുലൻസുകാർ വരുന്നു, ടി വിക്കാർ വരുന്നുണ്ട്, യൂട്യൂബേഴ്സ് വരുന്നുണ്ട്. അങ്ങനെ ആണ് ഇതിൻ്റെ ഇതിവൃത്തം. അപ്പോൾ അവരെല്ലാം കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോമഡിയാണ് ഇതിൻ്റെ ഒരു ഇതിവൃത്തം. ഇതിൽ പറയാനുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ, കുട്ടികളുമായി നമുക്ക് കൊണ്ടുപോയി അവർക്ക് ഒരു കോമഡി സിനിമ കാണിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സിനിമയ്ക്ക് പോയിട്ട്, നല്ല കുട്ടികളായിട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് ചിരിക്കാനുള്ള വകകൾ ഇതിലുണ്ട്, ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. പക്ഷേ ഭൂരിപക്ഷം പ്രേക്ഷകർക്ക് ഈ സിനിമ ഇഷ്ടപ്പെടുമോ എന്ന് സംശയമാണ്. കുട്ടികൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടും എന്നാണ് നമുക്ക് പറയാം. അതുകൂടാതെ ചില കോമഡി മുഹൂർത്തങ്ങൾ നന്നായിട്ടുണ്ട്, നല്ല രീതിയിൽ ചില കോമഡി മുഹൂർത്തങ്ങളുണ്ട്, അത് നമുക്കും ചിരി വരും. ചിത്രത്തിൻ്റെ ആദ്യത്തെ കുറച്ച് ഭാഗം തുടങ്ങിക്കഴിഞ്ഞിട്ട് ആദ്യത്തെ കുറച്ച് ഭാഗം വളരെയധികം വിരസതയാണ് സിനിമയ്ക്ക് ഉണ്ടാവുന്നത്. പകുതിക്ക് ശേഷമാണ് പിന്നെയും ഈ സിനിമ കുറച്ചെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റും എൻജോയ്മെൻറ്റും ആവുന്നത്. അപ്പോൾ കുട്ടികളുമായിട്ട് പോയിട്ട് ഒരു നല്ലൊരു കോമഡി സിനിമ കാണാൻ താല്പര്യമുണ്ട്, അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്ത് പോകാമെന്നാണ്.